പ്രണയം ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് വൺ സൈഡ് ലവ് ചെയ്യുന്ന ആളുകളുടെ അടുത്താണ്. കാരണം അവരെ സ്നേഹിക്കുന്ന സമയത്ത് അവർ തിരിച്ചൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ദേ ജസ്റ്റ് ലവ് ദാറ്റ് പേഴ്സൺ. ലൈക്ക് ഒരു എക്സ്പെക്ടേഷൻ ഇല്ല, ആൾ എനിക്ക് വേണ്ടി ഇത് ചെയ്യും അല്ലെങ്കിൽ എൻ്റെ കൂടെ ജീവിക്കും എന്നുള്ള യാതൊരു പ്രതീക്ഷകളും ഇല്ലാതെ ഒരാളുടെ സന്തോഷത്തില് സങ്കടങ്ങളിലും ഒക്കെ നമുക്ക് വേദനിക്കുകയും സന്തോഷം വരും ഒക്കെ ചെയ്യാന്ന് പറയുന്നത് അത് ഈ വൺ സൈഡ് ലവില് മാത്രം കാണുന്ന ഒരു കാര്യമാണ്. അത് വളരെ നിസ്വാർത്ഥമാണ്. പ്രണയം എന്ന് പറയുന്നത് കുറേയൊക്കെ ചെറുതായിട്ടൊരു സ്വാർത്ഥതയൊക്കെ വരുന്നുണ്ടെങ്കിൽ പോലും വൺ സൈഡ് ആയിട്ടല്ലേ ഒരാളെ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ പ്രണയിക്കുന്ന ഒരാൾ എന്ന് പറയുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കും. അവരുടെ ഹാർട്ട് വിൽ ബി വെരി പ്യുവർ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ദിസ് വീഡിയോ ഇസ് ഡെഡിക്കേറ്റഡ് ടു ഓൾ ദി വൺ സൈഡ് ലവേഴ്സ്. ബിക്കോസ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് രാഹുലിനെ കുറിച്ചിട്ടാണ്. അപ്പൊ എന്റെ ബുക്കിലെ വേറെ ഏത് ക്യാരക്ടറിനും നിങ്ങൾക്ക് ഇഷ്ടമായില്ല എന്ന് പറഞ്ഞാലും ഐ എം ഡെഫിനറ്റ്ലി ഷുവർ ദാറ്റ് യു വിൽ ലവ് രാഹുൽ. രാഹുലിന് എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. കാരണം സച്ച് എ ക്യൂട്ട് പേഴ്സൺ അല്ലേ, സച്ച് എ ക്യൂട്ട് ആൻഡ് എന്താ പറയാ കുറച്ചുകൂടെ ഒരു സോൾ ഉള്ള ഒരു പേഴ്സൺ, ഒരു ഭയങ്കരമായിട്ട് ഡീപ്പായിട്ടുള്ള സോൾ ഉള്ള ഒരു മനുഷ്യൻ എന്ന് പറയുന്നതാണ് എനിക്ക് രാഹുലിനെ കുറിച്ച് പറയുമ്പോൾ ഫസ്റ്റ് വരുന്നത്. അപ്പൊ ഏറ്റവും പ്രിയപ്പെട്ട നിന്നോട് എന്നുള്ള ഒരു ബുക്ക് തന്നെ എഴുതാൻ വേണ്ടിയിട്ട് മെയിൻ കാരണം രാഹുൽ എന്നുള്ള ഒരു ക്യാരക്ടറിനെ ഞാൻ ഫൈൻഡ് ചെയ്തതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് അത്യാവശ്യം നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത്, ആ സമയത്താണ് ഒരു എൻഗേജ്മെന്റ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ എൻഗേജ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലേസ് ഹണ്ടിന് വേണ്ടിയിട്ട് പോയ സമയത്ത് കാലിക്കറ്റ് നമ്മളൊരു സ്റ്റേഡിയം എന്ന് പറഞ്ഞിട്ട് സ്റ്റേഡിയം ആണെന്ന് തോന്നുന്നു ഒരു പ്ലേസ് ഉണ്ട് അവിടെ. അപ്പോൾ അവിടെ നമ്മൾ ജസ്റ്റ് ഞാനും എൻ്റെ പബ്ലിഷറും കൂടിയിട്ടാണ് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ എൻഗേജ്മെന്റ് സ്ഥലം നോക്കാൻ വേണ്ടി പോയ സമയത്ത് ഞാൻ കുറച്ച് കോളേജ് പിള്ളേരെ കാണുകയാണ്. അപ്പോൾ ഇവർ ഓടി വന്ന് എൻ്റെ അടുത്ത് ഞാൻ നിങ്ങളുടെ ബുക്ക് വായിച്ചിട്ടുണ്ട്, നിങ്ങൾ ഇവിടെ കാണുന്ന പ്രതീക്ഷയില്ല എന്ന് പറഞ്ഞൊരു 6-7 പേരുണ്ട്. അപ്പൊ ഇവരെല്ലാവരും ഒരുമിച്ച് വന്നിട്ടാണ് പറയുന്നത്. അപ്പൊ നമ്മളിപ്പോ എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോൾ 2 പേരുണ്ടെങ്കിൽ ഒരാൾ വന്നിട്ട് നമ്മുടെ അടുത്ത് ഞാൻ ഈ ബുക്ക് വായിച്ചു എന്ന് പറയാറുണ്ട്. അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ട് നമ്മൾ 1-2 ആളുകളെ കാണാറുണ്ട്. ഇതൊരു കൂട്ടം ആളുകൾ, ഇവർ 7 പേരും ഹോസ്റ്റലിൽ പഠിക്കുന്ന പിള്ളേരാണ്. ഈ 7 പേരും പറയാണ് ഞങ്ങൾ മാത്രമല്ല ഞങ്ങളുടെ ഈ ഹോസ്റ്റലിൽ എല്ലാവരും ഈ ബുക്ക് വായിച്ചിട്ടുണ്ട്. അപ്പൊ ഇവർ ഓരോ ക്യാരക്ടറിനെ പറ്റിയിട്ടും നടു റോട്ടിൽ വെച്ചിട്ട് എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഞാനാണെങ്കിൽ വേറൊരു മൈൻഡ് സെറ്റിലാണ് ഇരിക്കുന്നത്. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ വേറെ ഉണ്ടായിരുന്നു പേഴ്സണലി. പക്ഷെ ഇവരിത് പറയുന്ന സമയത്ത് ഒരു ബുക്കിൽ നിങ്ങൾ ഇത്രയൊക്കെ എക്സൈറ്റഡ് ആവോ എന്നുള്ളത് എന്നെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം. അപ്പൊ എന്നിട്ട് അവർ ചോദിച്ചു എപ്പോഴാണ് സെക്കൻഡ് പാർട്ട് വരുന്നത്, ഞാൻ സെക്കൻഡ് പാർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെന്നുള്ളത്. അപ്പൊ എൻ്റെ അടുത്ത് അതിന് മുന്നേയും കുറെ പേര് സെക്കൻഡ് പാർട്ട് എഴുതണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഞാനത് സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല. എനിക്കറിയില്ലായിരുന്നു ഇതിന്റെ സെക്കൻഡ് പാർട്ട് ഞാൻ എന്ത് എഴുതും എന്നുള്ളൊരു ഐഡിയ ഒന്നും എനിക്കുണ്ടായിരുന്നില്ല. പിന്നെ ഞാനത് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് നോക്കാം എന്ന് പറയുമെങ്കിൽ ഐ നോട്ട് പ്ലാൻ ദാറ്റ്. അപ്പൊ ഇവരെല്ലാവരും എൻ്റെ അടുത്ത് എത്ര എക്സൈറ്റഡ് ആയിട്ട് എനിക്ക് ഒരു സെക്കൻഡ് പാർട്ട് വേണം എന്ന് പറയുമ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് സെക്കൻഡ് പാർട്ടിന് ഇത്രയും ഒരു സ്കോപ്പ് ഉണ്ടോ, അല്ലെങ്കിൽ ഇത്രയൊക്കെ ആളുകൾ വെയിറ്റ് ചെയ്യുന്നുണ്ടോ സെക്കൻഡ് പാർട്ടിന് വേണ്ടിയിട്ട്, അതിഥിയുടെ ലൈഫ് അറിയാൻ ഇവർ ഇത്ര ക്യൂരിയസ് ആണോ എന്നുള്ളത്. അതാണ് ആ ഒരു 7 പേര് അല്ലെങ്കിൽ ആ ഒരു 6-7 പേരുണ്ടായി ഇത്രയും ആളുകൾ ഒരുമിച്ച് ഒരു ബുക്ക് വായിച്ച് ഒരുമിച്ച് ഒരാൾ വായിച്ചു കൊടുത്ത് എല്ലാവരും കേട്ടിരിക്കുക എന്നൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു സിനിമ നിങ്ങൾ അങ്ങനെ കാണുമായിരിക്കും, ഒരു പുസ്തകം നിങ്ങൾ അങ്ങനെ വായിക്കുമ്പോൾ അത് എത്രമാത്രം അവർ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാവും എന്നാണ് ഞാൻ ആലോചിച്ചത്. അപ്പം വേറെ ആർക്ക് വേണ്ടി എഴുതിയില്ലെങ്കിലും ഈ പിള്ളേർക്ക് വേണ്ടി ആ സെക്കൻഡ് പാർട്ട് എഴുതാമെന്നുള്ളൊരു മൈൻഡ് സെറ്റ് അന്നാണ് വരുന്നത്. അപ്പൊ അന്ന് ആ സ്ഥലം ആക്ച്വലി എനിക്ക് ശരിയായില്ല, എനിക്ക് ആ ഒരു പ്ലേസ് കിട്ടിയില്ല, ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു. സോ ഞാൻ നേരെ വീട്ടിൽ പോയിട്ട് ഇങ്ങനെ എൻ്റെ ബുക്ക് എടുത്തിട്ട് ഇങ്ങനെ മറിച്ചിട്ട് നോക്കി, ഇതിലിപ്പോൾ എന്താ എഴുതുക, ഒരു സെക്കൻഡ് പാർട്ട് എഴുതണമെന്നാണ് തന്നെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ എന്താ എഴുതുക, ഇതിന് മാത്രം ഉള്ളത് എഴുതാൻ, അതായത് കൊൽക്കത്ത പോകുന്നു എന്ന് എഴുതാം. പക്ഷെ അത് ഭയങ്കര ഒരു പ്ലെയിൻ സ്റ്റോറി ആയിരിക്കില്ല. അത് പദ്ധതിയുടെ ഒരു മൂവ് ഓൺ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാലും അതിലെന്താണ് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ളത്. അപ്പൊ എന്ത് എഴുതും എന്നുള്ള ആലോചന ഞാനിങ്ങനെ ഫസ്റ്റ് പാർട്ട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ മറിച്ചിട്ട് നോക്കിട്ടോ. ഇങ്ങനെ മറിച്ചിട്ട് നോക്കിയപ്പോൾ പെട്ടെന്ന് അതിഥി ശരണിന്റെ എൻഗേജ്മെന്റ് വാർത്ത അതിഥിയുടെ അടുത്ത് പറയുന്ന 2 പേരുണ്ടല്ലോ, സാമും അഖിലും. അപ്പൊ ഇവരഖിയുടെ അടുത്ത് ആ വാർത്ത പറയുന്നതും ഇവളെ നേരെ ഷാലുടെ വീട്ടിൽ കൊണ്ടാക്കുന്നതും ആ ഒരു പോർഷൻ എന്റെ മൈൻഡിൽ പെട്ടെന്ന് സ്റ്റക്കായി. അപ്പൊ ഞാൻ ആലോചിച്ചു, ഓക്കെ ഇത്രയും സാഡ് ആയിട്ടുള്ള ഒരു ന്യൂസ് നമ്മൾ ഒരാളടുത്ത് പറയുന്ന സമയത്ത് സാമും അഖിലും എങ്ങനെയായിരിക്കും ഫെൽറ്റ് ചെയ്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ അവരെന്തായിരിക്കും അവരുടെ മൈൻഡിലൂടെ പോയിട്ടുണ്ടാവുക. ഇപ്പൊ അതിഥീനെ ഓഫ് കോഴ്സ് ശരൺ വഴി അവർക്ക് അറിയുമായിരിക്കുമല്ലോ, അപ്പൊ അവർക്കും ഒരുപോലെ അത് വേദനിക്കില്ലേ. ഇപ്പം ശരണിന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞു എന്നുള്ളത് പറയുന്ന സമയത്ത് ആ പെൺകുട്ടി എത്രമാത്രം വേദനിക്കുന്നു എന്നുള്ള കാര്യം അത് ഇവരെയും എഫക്ട് ചെയ്യില്ലേ എന്നുള്ളൊരു തോട്ട് എന്നാണ്. വാട്ട് ഇഫ് ഇവരിൽ ഒരാൾക്ക് അതിഥിനെ ഓൾറെഡി അറിയാമായിരുന്നെങ്കിൽ, വാട്ട് ഇഫ് ഇവരിൽ ഒരാൾക്ക് അതിഥിന് ഇഷ്ടമായിരുന്നെങ്കിൽ അതിഥി വേദനിക്കുന്ന സമയത്ത് അത് അവരെ കുറച്ചുകൂടെ വേദനിപ്പിക്കില്ലേ എന്നൊരു തോട്ടാണ് എനിക്ക് ആദ്യം വന്നത്. അപ്പൊ ആക്ച്വലി ഞാൻ സാം അഖിൽ എന്നുള്ളൊരു
ഒരു ഹിന്റ് ആണ് എന്നെ, വാട്ട് ഇഫ് അതിഥിനെ വേറൊരാൾ സ്നേഹിച്ചിരുന്നെങ്കിൽ, ശരണ്യ ഏതെങ്കിലും ഒരു ഫ്രണ്ടിന് അതിഥിനെ ഇഷ്ടമായിരുന്നെങ്കിൽ എന്നുള്ള രീതിയിൽ ഞാൻ ഒന്നുകൂടി ആ കഥ മൊത്തം വായിക്കുകയാണ്. അപ്പോഴാണ് നമ്മൾ ആ ഒരു സീനിൽ മാത്രം പറഞ്ഞു പോകുന്നത് രാഹുൽ എന്നുള്ളൊരു പേര് എനിക്ക് സ്ട്രൈക്ക് ആവുന്നത്. അപ്പൊ ഞാൻ വെച്ചു ഓക്കെ, രാഹുൽ എങ്കിൽ ഇങ്ങനെ രാഹുലിനെ വെച്ചിട്ട് രാഹുലിന് അതിഥിനെ ഇഷ്ടമായിരുന്നു എന്നുള്ളൊരു തീമിൽ ഈ കഥയൊന്ന് ആലോചിച്ചാലോ. അപ്പൊ ഇത് രണ്ടും വെച്ചിട്ട് ഇനി അതിഥി മൂവ് ഓൺ ആയിട്ട് കൊൽക്കത്ത പോയിട്ട് രാഹുൽ വീണ്ടും അതിഥിനെ കാണുവാണെങ്കിൽ, അല്ലെങ്കിൽ അതിഥിനെ രാഹുൽ കുറെ വർഷങ്ങൾക്ക് ശേഷം എനിക്ക് തന്നെ ഇഷ്ടമായിരുന്നു എന്ന് അതിഥിനോട് പറയുന്ന മൊമെന്റ് എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യമാണ് ഞാൻ ആദ്യം ആലോചിച്ചത്. അപ്പൊ ആ ഒരു ആലോചനയിൽ നിന്നാണ് കുറെ മാസങ്ങളോളം ആലോചിച്ചാണ് ഈ രാഹുൽ എന്നുള്ള ഒരു ക്യാരക്ടറിനെ ബിൽഡ് ചെയ്യുന്നതും ഈ സ്റ്റോറി ബിൽഡ് ചെയ്യുന്നത്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഞാൻ 10ാം ക്ലാസ്സിൽ എനിക്ക് വലിയ കുഴപ്പമില്ലാത്ത മാർക്ക് ഉണ്ടായിരുന്നു, പ്ലസ് ടുവിന് വലിയ കുഴപ്പമില്ലാത്ത മാർക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് ഒരിക്കൽ പോലും ഞാനൊരു പുസ്തകം ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ റീഡ് ചെയ്തിട്ടില്ല. കാരണം ഞാൻ അത്രമാത്രം ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് വായിച്ചിട്ടുണ്ട്, ഏറ്റവും പ്രിയപ്പെട്ട നിന്നോടുള്ള രാഹുലിന്റെ ഒരു പാർട്ട് എഴുതാൻ വേണ്ടിയിട്ട്. കാരണം വളരെ പാരലായിട്ട് നടക്കുന്ന കഥയാണല്ലോ. അപ്പൊ ശരണം അദ്യം ഒരു സൈഡിലുണ്ടെങ്കിൽ പാരലായിട്ട് അതേ ഇൻസിഡന്റിൽ രാഹുൽ എവിടെയാണ് നമ്മൾ എഴുതി വെക്കണം. അത് ഭയങ്കര ട്രിക്കി ആയിരുന്നു. കാരണം ഒരു ഇവന്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയാൽ എല്ലാവരും എടുത്ത് പഞ്ഞിക്കിടും. അപ്പൊ അത്രയ്ക്ക് ക്രിയേറ്റീവ് മാത്രമല്ലാതെ കുറച്ചുകൂടി സൂക്ഷിച്ച് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു ചാപ്റ്റർ ആയിരുന്നു രാഹുലിൻ്റെത്. അപ്പൊ ഞാൻ ഒരു കാര്യം എന്റെ മൈൻഡിൽ ഫിക്സ് ആയിരുന്നു, ശരൺ കാണുന്നതിന് മുന്നേ തന്നെ രാഹുൽ അതിഥിനെ കണ്ടിരിക്കണം. അപ്പൊ അങ്ങനെ എന്നാൽ മാത്രമേ ശരണും അതിഥിയും റിലേഷൻഷിപ്പിലാവുമ്പോൾ രാഹുലിന്റെ ആ പെയിനും കാര്യങ്ങളൊക്കെ നമുക്ക് കാണിക്കാൻ പറ്റും എന്നുള്ളത്. പിന്നെ ഞാൻ വിചാരിച്ചത് ശരണും അതിഥിയും ആക്ച്വലി എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ആളുകളാണ്. ശരണിന്റെ ബാക്ക്ഗ്രൗണ്ട് ഭയങ്കര ഡിഫറെൻ്റ് ആണ്, അതിഥിക്ക് അതൊട്ടും കണക്ട് ചെയ്യാൻ പറ്റാത്തൊരു, പക്ഷേ ശരണിന് അതിഥി നമ്മൾ ഇഷ്ടമുണ്ട്. ആ ഒരു സ്നേഹം മാത്രമാണ് അവരെ ആക്ച്വലി ജോയിൻ ചെയ്യിക്കുന്ന ഒരു ത്രെഡ് അവിടെ വരുന്നത്, അല്ലെങ്കിൽ അതിഥിയുടെ ആ ഒരു ക്യാരക്ടർ മാത്രമാണ്. പക്ഷേ രാഹുലിനെ ബിൽഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് അതിഥി മഹാദേവിൽ കണ്ടിട്ടുള്ള കുറേ ട്രേറ്റ്സ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ അതിഥി ഇഷ്ടപ്പെട്ട ഒരു പേഴ്സൺ എങ്ങനെയാവണം അതിഥിയുടെ ലൈഫിൽ വരുന്ന ഒരാളെന്ന് മഹാദേവിനെ കുറിച്ച് അതിഥി എഴുതിയ ലെറ്ററുമായിട്ട് സിമിലർ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കണം, അതിഥിയുടെ ഒരു ഫീമെയിൽ വേർഷൻ തന്നെ ആയിരിക്കണം രാഹുൽ എന്നുള്ള കാര്യത്തിലാണ് രാഹുലിന്റെ ഫാമിലിനെ കുറിച്ച് എഴുതാം എന്നൊക്കെയുള്ള ഒരു തോട്ട് വരുന്നത്. അപ്പൊ ഫസ്റ്റ് തന്നെ രാഹുൽ അതിഥിനെ കാണുന്ന സമയത്ത് രാഹുൽ അതിനോട് സംസാരിക്കുന്നില്ല, ബട്ട് സംവെയർ രാഹുലിന് അതിഥിയായിട്ട് കണക്ട് ചെയ്യാണ്, ഫീൽ ചെയ്യാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഈ കഥ ഇങ്ങനെ എഴുതി വരുന്നത്. അപ്പൊ സാം എന്നുള്ള ക്യാരക്ടർക്ക് എഴുതി വന്ന കൂട്ടത്തിൽ വന്നാണ്. അപ്പൊ എനിക്ക് ഈ ഒരു രാഹുൽ മൊത്തം കഥയിൽ സാം ഇസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് ക്യാരക്ടർ. കാരണം ഒരു ഫ്രണ്ട്ഷിപ്പിന് വേണ്ടിയിട്ട് അത്രയ്ക്ക് കട്ടയ്ക്ക് സ്റ്റാൻഡ് ചെയ്യുന്ന ഒരാളാണ്. സാം പറയുന്ന ഒരു കാര്യമുണ്ട്, നഷ്ടപ്പെടുമ്പോൾ പ്രണയം പോലെ തന്നെ സൗഹൃദവും ഒരുപോലെ വേദനിക്കും എന്നുള്ള കാര്യം. അപ്പം രാഹുലും സാമും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ്, ശരണും രാഹുലും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ്, ഇതൊക്കെ വളരെ നന്നായിട്ട് കാണിക്കാൻ പറ്റുന്ന ഒരു പാർട്ടായിരിക്കും എന്നുള്ളൊരു ഐഡിയ എനിക്കുണ്ടായിരുന്നു. പിന്നെ രാഹുലിനെ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് രാഹുലിന് ഇപ്പൊ അതിഥിനെ പോലെ തന്നെ കുറെ ട്രോമാസ് ഉള്ള ഒരാളാണ് രാഹുലിന് ഒരിക്കലും അതിഥിയുടെ പല കാര്യങ്ങളും, അതിഥി ഫേസ് ചെയ്യുന്ന പല പ്രശ്നങ്ങളും അതിഥിയുടെ ചൈൽഡ്ഹുഡിൽ നിന്ന് അതിഥിക്ക് കിട്ടിയിട്ടുള്ള കാര്യമാണ്, അല്ലെങ്കിൽ വീട്ടിൽ അതിഥിയുടെ ഫാമിലിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള കുറെ കാര്യങ്ങളാണ്. ഇതേപോലെ തന്നെയാണ് രാഹുലിന്റെ കേസിൽ വരും. രാഹുൽ ഒരിക്കൽ പോലും സ്നേഹം എന്താണെന്ന് ഒരുപാട് എക്സ്പ്രസീവ് ആയിട്ട് അറിയാത്ത ഒരാളാണ്. ലൈക്ക് രാഹുലിനെ ആരും അങ്ങനെ സ്നേഹിച്ചിട്ടില്ല. രാഹുലിന്റെ പാരന്റ്സ്, അച്ഛൻ ആദ്യം മരിക്കുന്നുണ്ട്, അമ്മ ഒരു പെയിനില്, അമ്മയുടെ ലോകത്താണ് ജീവിച്ചത്. അപ്പൊ നമ്മുടെ ചൈൽഡ്ഹുഡിൽ ഭയങ്കരമായിട്ട് ഇഗ്നോർ ചെയ്യപ്പെട്ട ഒരു കുട്ടിയായിരുന്നു രാഹുൽ. അപ്പൊ അങ്ങനെ ഒരു ക്യാരക്ടർ നമ്മൾ കൊടുക്കുന്ന സമയത്ത് ആ ക്യാരക്ടർ റിലേഷൻഷിപ്പിലോട്ട് വരുന്ന സമയത്ത് എങ്ങനെ ബിഹേവ് ചെയ്യും എന്നുള്ളൊരു കാര്യം എപ്പോഴും എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്നു എഴുതുന്ന സമയത്ത്. അതുകൊണ്ട് തന്നെയാണ് രാഹുലിന് അതിഥിനെ ഇഷ്ടമാണെങ്കിൽ പോലും രാഹുൽ ഒരിക്കലും അത് പറയുന്നില്ല. അത് പറയാതിരിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ഐ ഡോണ്ട് ഡിസേർവ് ഹെർ എന്നുള്ള ഒരു കാര്യം രാഹുലിൻ്റെ ഉള്ളിൽ എവിടെയോ പതിഞ്ഞു പോയിട്ടുണ്ട്. ഞാൻ അവളെ അർഹിക്കുന്നില്ല എന്നുള്ളൊരു കാര്യം. ഇപ്പം സാം ചോദിക്കുന്നുണ്ട്, നിനക്ക് പറയായിരുന്നില്ലേ അതിഥിനെ നിനക്ക് ഇഷ്ടമാണ്, നീ എന്തുകൊണ്ട് പറയുന്നില്ല, അല്ലെങ്കിൽ ശരണിനോടെങ്കിൽ നീ പറ ദാറ്റ് ഐ ലവ് ഹർ എന്നുള്ള കാര്യം പറയുമെന്ന് പറയുമ്പോൾ ശരൺ പറയുന്നുണ്ട് അതിഥി ഡിസേർവ് ശരൺ എന്ന് പറയുന്നുണ്ട്, എന്നെക്കാൾ ഏറെ ശരണിന് അതിഥി അർഹിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. കാരണം രാഹുലിനെ സംബന്ധിച്ചിട്ട് രാഹുലിന് അങ്ങനെ ഒരു അതിഥിയായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ചൈൽഡ്ഹുഡ് ഇല്ല, അല്ലെങ്കിൽ രാഹുലിന് ആരും രാഹുൽ സ്നേഹിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ സ്നേഹം കൊടുക്കാനോ അല്ലെങ്കിൽ താൻ സ്നേഹം കൊടുത്തു കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ടുണ്ടാവുന്ന ഒരു ഒറ്റപ്പെടലിന്, ഇൻ കേസ് അത് എവിടെയെങ്കിലും ഫെയിൽ ആയി പോയാൽ അതിനെങ്ങനെ ഫേസ് ചെയ്യണമെന്നൊന്നും രാഹുലിന് അറിയില്ല. അതുകൊണ്ട് തന്നെയാണ് ലയ അവസാനം പറയുന്നത്, നിനക്ക് അതിഥിനോടുള്ള സ്നേഹം കൂടുതലൊന്നും കൊണ്ടല്ല നീ അതിഥിനെ വേണ്ടാന്ന് വെച്ചത്, നിനക്ക് പേടിയായിരുന്നു നിന്റെ അമ്മയെ പോലെ നീയും എവിടെയെങ്കിലും ഒറ്റപ്പെട്ടു പോവുക, അല്ലെങ്കിൽ ഒരാളെ സ്നേഹിച്ചിട്ട് അത് കിട്ടാതാവുന്ന സമയത്ത് അത് ലൈഫ് മൊത്തം അവിടെ പെട്ടുപോകുന്നുള്ള പേടി കൊണ്ടാണ് നീ അത് പറയാഞ്ഞതെന്ന് പറയുന്നുണ്ട്.
പക്ഷെ രാഹുലിന് സ്നേഹം കൊടുക്കാനേ അറിയുള്ളൂ. രാഹുലിന് എല്ലാവരെയും സ്നേഹിക്കാൻ അറിയാം. ഫ്രണ്ട്സിനെ ആണെങ്കിലും അതിഥിനെ ആണെങ്കിലും അവൻ യാതൊരു ബൗണ്ടറീസും വെക്കാതെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ ആ സ്നേഹം കിട്ടിയിട്ട് രാഹുലിന് ശീലമില്ല. അതായിരുന്നു രാഹുലിന്റെ പ്രശ്നം. അപ്പൊ അതുകൊണ്ട് തന്നെ അതിഥിനെ അവൻ ഈസിലി വിട്ടുകൊടുക്കുകയാണ്. കാരണം ഞാൻ ഒട്ടും അങ്ങനത്തെ കുറെ ആളുകളുണ്ട്, അവർ ആക്ച്വലി അവരെ കുറിച്ച് വളരെ ലോ ആയിട്ടാണ് ചിന്തിക്കുക. പക്ഷെ നമ്മൾ പുറത്തുനിന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് അയാളൊരു ബെസ്റ്റ് പേഴ്സൺ ആയിട്ട് തോന്നും. ഇപ്പൊ രാഹുലിനെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ. പക്ഷെ രാഹുലിനെ കുറിച്ച് വലിയ മതിപ്പൊന്നുമില്ല. രാഹുൽ പറയുന്നത് ഞാൻ വളരെ ബോറിംഗ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്, അല്ലെങ്കിൽ ഞാൻ അത്ര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു പേഴ്സൺ അല്ല, എനിക്ക് പറയാൻ ഒരുപാട് നല്ല നല്ല കഥകളില്ല, ഞാൻ പുസ്തകങ്ങളും എന്റെ ജോലിയും പിന്നെ എന്റെ നാട്ടിൽ കുറെ കാര്യങ്ങളായിട്ട് നടക്കുന്ന ഒരു ഒരു ഓർഡിനറി ആളാണ് ഞാൻ. സോ ഐ ഡോണ്ട് ഡിസേർവ് ലവ് എന്ന് രാഹുൽ വിചാരിക്കുന്നുണ്ട്. പക്ഷേ രാഹുലും അതിഥിയും വരുന്ന കോൺവെർസേഷൻസ് ഒക്കെ നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. ശരണും അതിഥിയും സംസാരിക്കുന്നത് കുറച്ചുകൂടി ഒരു പ്ലെയിൻ ലെവൽ ഓഫ് കോൺവെർസേഷൻ ആയിരിക്കും. പക്ഷെ അതിഥി ആസ് എ പേഴ്സൺ അതിഥിയായിട്ട് കുറെ ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്നത്. അതിഥി പറയുന്നുണ്ട്, ഞാൻ എന്റെ ലൈഫിൽ ആദ്യമായിട്ട് പ്രണയിച്ചിട്ടുള്ളത് ഒരു പുസ്തകത്തിലെ ഒരു പയ്യനെയാണ്, അല്ലെങ്കിൽ പുസ്തകത്തിലെ ഒരു മെയിൽ ക്യാരക്ടറിനോടാണ് എനിക്ക് ആദ്യം പ്രണയം തോന്നിയെന്നൊക്കെ പറയുന്നത് നമ്മുടെ ലൈഫിലെ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ചില മൊമെന്റ്സ് ആണ് ഇതൊക്കെ. അപ്പൊ നമ്മൾ ഒരാളോട് സംസാരിക്കുന്ന സമയത്ത് അങ്ങനെയുള്ള മൊമെന്റ്സിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാൻ പറ്റണമെങ്കിൽ ആ പേഴ്സണായിട്ട് നമുക്ക് ഒരു അതർവേ പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റണം. അല്ലെങ്കിൽ നിങ്ങൾ റാൻഡായിട്ട് കാണുന്ന ഒരാളോട് നിങ്ങളുടെ ചൈൽഡ്ഹുഡിലുള്ള ഒരു കാര്യത്തിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങളെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള ചില കാര്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മാത്രം അറിയാവുന്ന നിങ്ങളെ കുറിച്ചുള്ള ചില സ്മോൾ ഡീറ്റെയിൽസ് ഒന്നും നിങ്ങൾ പറയില്ല. പക്ഷെ അതിഥിയും രാഹുലും നമ്മളുടെ കോൺവെർസേഷനിൽ അവർ ജസ്റ്റ് സുഖാണോ, എന്താണ് വിശേഷം, ഇതൊന്നുമല്ല അവർ ചോദിക്കുന്നത്. അവരുടെ കോൺവെർസേഷൻ തന്നെ ഭയങ്കര മാജിക്കലാണ്, ഭയങ്കര പ്യുവർ ആണ്. ഇപ്പം രാഹുൽ അതിഥിക്ക് ആ ലെറ്റർ എഴുതുന്നുണ്ടല്ലോ, കൊൽക്കത്ത പോയി കഴിഞ്ഞിട്ട് ലയ പറഞ്ഞിട്ടാണെങ്കിൽ രാഹുൽ ആ ലെറ്റർ എഴുതുന്ന സമയത്ത് അത് ഇറ്റ് ഇസ് ലൈക്ക് എൻ വെരി സിമിലർ ടു അതിഥി മഹാദേവിന് എഴുതിയ ലെറ്റർ ആയിട്ട് ഭയങ്കര സിമിലർ ആണ്. കാരണം രാഹുലിന് അങ്ങനെ ഒരു ലെറ്റർ പുൾ ചെയ്യാൻ പറ്റും. കാരണം രാഹുലിന് അത്രയ്ക്ക് കുറെ ഡീപ്പായിട്ടുള്ള പ്രശ്നങ്ങളും വിഷയങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ രാഹുല് ശരണിന് അതിഥിനെ വിട്ടുകൊടുക്കുക എന്ന് പറയുന്ന സമയത്ത് സാം ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ്, നീ വലിയ വലിയേട്ടൻ കളിക്കാൻ പോവാണോ, നീ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് രാഹുലിന് ധരിപ്പിച്ചു വെച്ച കുറെ ആൻസേഴ്സ് രാഹുലിനുണ്ട്. ദാറ്റ് ഞാൻ വെറുത്തല്ല, സ്നേഹിക്കപ്പെടാൻ വേണ്ടിയിട്ട് ഞാൻ വെറുത്തല്ല, അല്ലെങ്കിൽ അതിഥി ശരൺ അവളെ നന്നായിട്ട് നോക്കുമെന്ന് പറയുമ്പോൾ ശരണിന്റെ മേലുള്ള ഒരു ഇഷ്ടം കൂടെ നമുക്ക് അവിടെ കാണാൻ പറ്റും. രാഹുലിന് ശരണിന് എന്തുമാത്രം ഇഷ്ടമാണെന്നുള്ള കാര്യം. അപ്പൊ രാഹുല് ജസ്റ്റ് ബാംഗ്ലൂരുള്ള രാഹുലിന്റെ ലൈഫ് ഞാൻ വെറുതെ എഴുതി വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് ആ ക്യാരക്ടറുമായിട്ട് അത്ര ഡീപ്പായിട്ട് കണക്ട് ആവാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തു, രാഹുലിന് ഒരു തറവാട് വീട്, രാഹുലിന്റെ അമ്മ എന്നുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാക്കുന്നത്, അവിടെ കാവ്യ എന്നുള്ള ഒരു ക്യാരക്ടറിനെ കൊണ്ടുവരുന്നത്, രാഹുലിന്റെ ഒരു ഫ്രണ്ട് ശ്യാമിനെ കൊണ്ടുവരുന്നത്. എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ എപ്പോഴും ഈ സിനിമകളിലൊക്കെയാണ് ഇങ്ങനെ ഒരു തറവാട് വീട്, അങ്ങനെ ഒരു അമ്പലക്കുളമൊക്കെ ഉള്ള ഒരു വീട് കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടില്ല. ബട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഒരു ലോകത്ത് ജീവിക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ പഴയ കാലത്ത് ജീവിക്കാൻ വേണ്ടിയിട്ട് ഒരു കാവും അല്ലെങ്കിൽ ഒരു അമ്പലവും ആൽത്തറയൊക്കെ ഉള്ള ഒരു നാട് വീട് എന്നൊക്കെ പറയുന്നത് എനിക്ക് ഇപ്പൊ നമ്മൾ എവിടെ ജീവിച്ചാലും സംവേർ എൻ്റെ ഹാർട്ട് എപ്പോഴും ആ ഒരു പ്ലേസിൽ സ്റ്റെക്കാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ രാഹുലിന്റെ കഥ വന്നപ്പോൾ ഐ റിയലി വോണ്ടഡ് ടു റൈറ്റ് സംതിങ് ലൈക്ക് ദാറ്റ്. അതുകൊണ്ടാണ് ഞാൻ രാഹുലിന് അങ്ങനെ ഒരു പാലക്കാട് ചെറുപ്പുളശ്ശേരി അങ്ങനെ ഒരു തറവാട് കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തത്. ആക്ച്വലി പാലക്കാട് ചെറുപ്പുളശ്ശേരി എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, അവളുടെ അച്ഛമീടാണ് അവിടെ. അപ്പൊ ഞാൻ ഒരിക്കലും അവിടെ പോയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ഓർമ്മ കൂടി അവിടെ പോയപ്പോൾ കുറെ മെമ്മറീസ് തന്നെ മൈൻഡിൽ സ്റ്റെക്ക് ആയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ആ വീട് അതിൽ മെയിനായിട്ട് ഞാൻ എഴുതിയിട്ടുള്ളത്. അപ്പൊ രാഹുലിന്റെ അമ്മേനെ കുറിച്ച് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾ അത് വായിക്കുന്ന സമയത്ത് രാഹുൽ അനുഭവിച്ചിട്ടുള്ള ഒരു ലോൺലിനെസ് എന്തുമാത്രം ഹാർഡായിരുന്നു അവന്റെ ചൈൽഡ്ഹുഡ് എന്നുള്ള ആ ഒറ്റപ്പെടൽ എന്നുള്ളൊരു കാര്യം ഉണ്ടല്ലോ, ആ ഒരു ലോൺലിനെസ് ആണ് ആക്ച്വലി അതിഥിനെയും രാഹുലിനെയും, ഞാൻ പറഞ്ഞല്ലോ രാഹുൽ അതിഥിയുടെ മെയിൽ വേർഷൻ ആണ് എന്ന് പറയാൻ കാരണം ആ ഒരു ലോൺലിനെസ് രണ്ടുപേരും ഒരുപോലെ അനുഭവിച്ചിട്ടുള്ള ആളുകളാണ്. പക്ഷെ ഈ കാവ്യ, അപ്പൊ എല്ലാവരും ഓഫ്കോഴ്സ് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇപ്പൊ കാവ്യ വന്നിട്ട് രാഹുലിനോട് ഇഷ്ടമാണെന്ന് പറയുന്ന സമയത്ത് രാഹുൽ ഒരിക്കലും ആ സ്നേഹം രാഹുൽ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഈവൻ ദോ അവനറിയാം അവൻ നോ പറയുന്ന സമയത്ത്, റിജക്ട് ചെയ്യുന്ന സമയത്ത് കാവ്യക്ക് ഉണ്ടാവുന്ന ഒരു പെയിൻ എന്തോരാണ്. പക്ഷെ അവൻ ഒരിക്കലും ആ സ്നേഹം ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. ബിക്കോസ് അവൻ അറിയാം നമ്മള് ഓപ്പൺ മൈൻഡോടെ അല്ലാതെ നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ള തോന്നാതെ ജസ്റ്റ് ബിക്കോസ് ഓഫ് ദി സർക്കംസ്റ്റൻസസ് അല്ലെങ്കിൽ ഒരാൾക്ക് നമ്മൾ ഇഷ്ടമാണ് എന്നുള്ളത് കൊണ്ട് മാത്രം നമ്മൾ റിലേഷൻഷിപ്പിലോട്ട് പോയി കഴിഞ്ഞാൽ
അതൊരിക്കലും വർക്ക് ആവാൻ പോകുന്നില്ല എന്നുള്ള കാര്യം രാഹുലിന് നല്ല ബോധ്യമുണ്ട്. നമുക്കൊരാളോട് സിമ്പതി തോന്നുന്നതും നമുക്കൊരാളോട് പ്രണയം തോന്നുന്നതും രണ്ടും രണ്ടാണ്. പല ആളുകളും അത് ഭയങ്കരമായിട്ട് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് റിലേഷൻഷിപ്പിൽ കയറി പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പലപ്പോഴും മേ ബി ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് ആ പേഴ്സൺ അനുഭവിക്കുന്ന വേദന, കടന്നു പോകുന്ന കഷ്ടപ്പാടുകൾ കണ്ടിട്ട് നമുക്ക് അവരോട് ഭയങ്കരമായിട്ടൊരു സ്നേഹം തോന്നും. ആ സ്നേഹം പ്രണയമാണ് നമ്മൾ തെറ്റിദ്ധരിക്കും. ഒരിക്കലും അല്ല. കാരണം പ്രണയം എന്ന് പറയുന്നത് നമുക്ക് ഇതൊന്നും അല്ലാതെ വരുന്ന ഒരു കാര്യമാണ്. ഒന്ന് ഡിഫൈൻ ചെയ്യാൻ എനിക്ക് അറിയില്ല. പക്ഷെ രാഹുലിന് ഒരിക്കലും കാവ്യനോട് പ്രണയം തോന്നില്ല. വേണമെങ്കിൽ രാഹുലിനെ എന്താ വെറുതെ അവളെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചുമ്മാ അവൾ നന്നായിട്ട് ഇരിക്കട്ടെ എന്ന് ആലോചിച്ചിട്ടെങ്കിലും ആ റിലേഷൻഷിപ്പിലോട്ട് അവന് പോവായിരുന്നു. പക്ഷെ അവൻ ആ സ്റ്റാൻഡ് അവിടെ എടുക്കുന്നില്ല. ഇതേ കാര്യമാണ് അതിഥിയുടെ കേസിൽ അവൻ ചെയ്യുന്നത്. ഇപ്പം ശരണിന് അതിഥീനെ ഇഷ്ടമാണ് എന്നുള്ള കാര്യം അറിയുമ്പോഴും രാഹുൽ പറയുന്നുണ്ട്, ഓക്കെ ഞാൻ അതിഥീനോടൊന്ന് പറയട്ടെ, എനിക്ക് അവളെ ഇഷ്ടം എന്നുള്ള കാര്യം ഞാൻ എക്സ്പ്രസ് ചെയ്യട്ടെ എന്നൊരു ഓപ്ഷൻ അവൻ അവിടെ വെക്കുന്നുണ്ട്. ബട്ട് അന്ന് രാത്രി രാഹുൽ അതിഥി പുറത്തു പോകാൻ വേണ്ടിയിട്ട് ശരണിനെ വിളിക്കുന്ന സമയത്ത്, ശരൺ പോകുന്ന സമയത്ത് സാമ ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, ഇനി ഞാനത് പറയുന്നില്ല, കാരണം അവനോട് ഒരു ഇഷ്ടവും ഇല്ലാതെ അതിഥി അത് ചെയ്യില്ല. അതിഥിക്ക് ശരണിന് ഇഷ്ടമാണ്. അപ്പൊ ആ ഇഷ്ടം അവൾക്ക് അവനോട് ഉണ്ടെങ്കിൽ ഞാനിപ്പം പോയിട്ട് എന്റെ ഇഷ്ടം കൂടെ അത് പറഞ്ഞ് അത് കോംപ്ലിക്കേറ്റ് ആക്കുന്നതിൽ കാര്യമില്ല. കാരണം അവർ രണ്ടുപേരും ഓൾറെഡി സെറ്റ് ആയി കഴിഞ്ഞു. അപ്പൊ രാഹുലിന് അതിഥിന് ഇഷ്ടമാണ് എന്നുള്ളത് കൊണ്ട് അതിഥിക്ക് രാഹുലിന് ഇഷ്ടമാവണം എന്ന് നിർബന്ധമൊന്നും ഇല്ല എന്നുള്ള കാര്യം പോലും രാഹുൽ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ രാഹുൽ ഫ്രണ്ട്ഷിപ്പിന് കൊടുക്കുന്ന ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അവന്റെ അമ്മേനോട് അവൻ ഫോർഗീവ് ചെയ്യുന്നുണ്ട് പല കാര്യങ്ങളിലും. അപ്പൊ അവന്റെ അമ്മ എന്നൊക്കെ പറയുന്നത്, ഞാൻ അങ്ങനത്തെ ഒരുപാട് സ്ത്രീകളെ ഞാൻ ലൈഫിൽ കണ്ടിട്ടുണ്ട്. ബിക്കോസ് നമ്മളിപ്പോ പല ആളുകളും പല വീട്ടമ്മമാരും സ്നേഹിക്കപ്പെടാത്തതിന്റെ കഥകൾ പറയുന്നതോടൊപ്പം തന്നെ ഒരുപാട് സ്നേഹിക്കപ്പെട്ട, അത്രയ്ക്ക് ഡീപ്പായിട്ട് സ്നേഹിച്ച മനുഷ്യനെ നഷ്ടമായിട്ട് അതിന് മുന്നോട്ട് നടക്കാൻ പറ്റാതെ സ്റ്റെക്കായിട്ട് പോയിട്ടുള്ള ആണുങ്ങളെ എനിക്കറിയാം, പെണ്ണുങ്ങളെ എനിക്കറിയാം. അപ്പൊ അങ്ങനെയുള്ള സ്ത്രീകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അവരുടെ ഒരു റെപ്രസെന്റേഷൻ ആയിട്ടാണ് രാഹുലിന്റെ അമ്മ വരുന്നത്. അപ്പം ഇത് കഴിഞ്ഞിട്ട് ഞാൻ രാഹുലിന്റെ മൊത്തം കഥ ഇടുന്ന സമയത്ത് എനിക്കറിയായിരുന്നു, ലൈക്ക് ഓക്കെ രാഹുൽ വർക്ക് ആവാൻ ചാൻസ് ഉണ്ട്. ഒരു വൺ സൈഡ് ലവ് സ്റ്റോറി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ വർക്ക് ആവുന്ന ഒരു കാര്യമാണ്. പക്ഷെ ആ കഥയുടെ അവസാനം എത്തുമ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചത് അവിടെ നിന്ന് തന്നെ ലൈക്ക് റിവീൽ ചെയ്യാം അതിഥിയും രാഹുലും നമ്മളൊരു റിലേഷൻഷിപ്പ്. പിന്നെ ഞാൻ വെച്ചാൽ വേണ്ട, അതവിടെ ഇരിക്കട്ടെ. ലൈക്ക് കുറെ കാലം കഴിഞ്ഞിട്ട് അതിഥിക്ക് ആ കത്ത് വരുന്ന സമയത്ത് രാഹുൽ അതിഥിനെ പോയി കാണുമ്പോൾ ഉണ്ടാവുന്ന അതിഥിയുടെ ഒരു റിയാക്ഷൻ എന്തായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് എഴുതിയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതില് ലാസ്റ്റ് കോഫി ഹൗസിൽ രാഹുൽ അതിഥിനെ കാണാൻ പോകുന്ന സമയത്തും രാഹുൽ പറയുന്നുണ്ട്, ഞാൻ 2 ടിക്കറ്റ് എടുത്തിട്ടുണ്ട്, 2 ടിക്കറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്, ഒന്ന് നിനക്ക് വേണ്ടിയിട്ടാണ്, നിനക്ക് ചൂസ് ചെയ്യാം, നിനക്ക് വരാതിരിക്കാം എന്ന് പറഞ്ഞിട്ട് അവളുടെ ഇഷ്ടത്തിന് വിടുവാണ്. അത് കഴിഞ്ഞ് അവൾ ആ ഫ്ലൈറ്റിൽ കയറുന്നവരെ രാഹുൽ ഒരു കോൾ പോലും ചെയ്യുന്നില്ല, ഒരിക്കൽ പോലും അതിഥിനെ ഫോഴ്സ് ചെയ്യുന്നില്ല നീ വരണം എന്നുള്ളത്. രാഹുൽ പറയുന്ന ഒരു കാര്യമുണ്ട്, നിന്റെ ലൈഫിൽ ഏറ്റവും വലിയൊരു ഡൗൺഫോൾ ഉണ്ടായ സമയത്ത് ഓക്കെ നീ ഒറ്റയ്ക്ക് മുന്നോട്ട് നടന്നു എന്നുള്ളത് സത്യം തന്നെയാണ്. ബട്ട് സെയിം ടൈം നിനക്ക് ലയ ഉണ്ടായിരുന്നു, ആദി ഉണ്ടായിരുന്നു, നിനക്ക് ആന്റി ഉണ്ടായിരുന്നു, നിന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ, നിന്നെ ഹാപ്പി ആക്കി നിർത്താൻ വേണ്ടി, അല്ലെങ്കിൽ നിനക്ക് വേണ്ടി വേദനിക്കാൻ ഒരുപാട് പേരുണ്ടായിരുന്നു. കൂടെ നിന്നത് കൊണ്ട് കൂടിയാണല്ലോ നിനക്ക് മുന്നോട്ട് നടക്കാൻ പറ്റി. അതുപോലെ നീ ശരണിന് മാപ്പ് കൊടുത്തു, അതുകൊണ്ട് നീ മുന്നോട്ട് നടന്നു. അപ്പൊ നീ ഇപ്പൊ ഒരു ബെറ്റർ പൊസിഷനിലാണ്. അപ്പൊ അതേപോലെ തന്നെ ആ ഒരു ബെറ്റർ പൊസിഷൻ, ഒരു ബെറ്റർ ലൈഫ് ശരണം അർഹിക്കുന്നില്ലേ എന്ന് രാഹുൽ ചോദിക്കുന്നുണ്ട്. അപ്പോ രാഹുൽ നിൽക്കുന്ന ഒരു പൊസിഷൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അറ്റ് ദ സെയിം ടൈം രാഹുലിന്റെ അതിഥിനോട് ഭയങ്കര ഇഷ്ടമുണ്ട്. അപ്പൊ രാഹുലിന്റെ അതിയുടെ എക്സ് ആണ് ശരൺ. അപ്പൊ ശരണിനെ കാണാൻ വേണ്ടിയിട്ട് രാഹുൽ അതിഥിനെ കൺവിൻസ് ചെയ്യുന്ന രീതിയാണ്. ബിക്കോസ് നീ അവനോട് ക്ഷമിക്കണം, ബിക്കോസ് അവനൊരു സെക്കൻഡ് നീ ക്ഷമിച്ചു എന്നുള്ള കാര്യം അവൻ അറിയണം, ബിക്കോസ് ഹി ഓൾസോ ഡിസേർവ് എ ഗുഡ് ലൈഫ് എന്നുള്ളതാണ്. അതേപോലെ രാഹുല് ലയനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇപ്പൊ ശരൺ അതിഥിനോട് ഇത്രയൊക്കെ ചെയ്ത സമയത്ത് എല്ലാവരും നോക്കി കണ്ടിട്ടുള്ളത് ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയി അല്ലെങ്കിൽ അതിഥി പെയിനിലൂടെ കടന്നു പോകുന്നു എന്നുള്ളത് മാത്രമാണ്. ആസ് എ ഫ്രണ്ട് ഞാൻ അനുഭവിച്ചിട്ടുള്ള വിഷമങ്ങളുണ്ട്, ഞാൻ അനുഭവിച്ചിട്ടുള്ള വേദനയുണ്ട്. അപ്പൊ എന്റെ ലൈഫിൽ കുറെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൊമെന്റ്സ് ശരണിന്റെ കൂടെ ഉള്ളതായിരുന്നു. പെട്ടെന്നൊരു ദിവസം നമുക്ക് അത്രയും ക്ലോസ് ആയിട്ടുള്ള ഒരാള്, ലൈക്ക് നമ്മുടെ കൂടെ അത്രയും ലൈക്ക് ഇന്റിമേറ്റ് ആയിട്ട് നിന്നിട്ടുള്ള ഒരാള് പെട്ടെന്നൊരു ദിവസം ഒന്നും പറയാതെ യാത്ര പറയാതെ ഇറങ്ങി പോകുന്ന സമയത്ത് ആസ് എ ഫ്രണ്ട് ഞാൻ അനുഭവിച്ചിട്ടുള്ള വിഷമം അവന് ഇടയ്ക്ക് എനിക്ക് തോന്നിയിട്ടുണ്ട് അവനൊരിക്കലും മീറ്റ് ചെയ്യണ്ടായിരുന്നു, അല്ലെങ്കിൽ അവന്റെ വിഷമങ്ങള് മീയുടെ സ്റ്റോറി ഒന്നും ഞാൻ അറിയണ്ടായിരുന്നു. അങ്ങനെയെങ്കിലും എനിക്ക് അവനെ വെറുക്കാൻ സാധിച്ചേനെ, അങ്ങനെ വെറുത്തിട്ടെങ്കിലും അവൻ ഇല്ലായ്മയുടെ ആ ഒരു ശൂന്യത എനിക്ക് നികത്താൻ പറ്റിയേനെ എന്ന് അവൻ ലയനോട് പറയുന്നുണ്ട്. അപ്പോ രാഹുലിനെ ബിൽഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് എപ്പോഴും നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്,
ഫിക്ഷണൽ മെൻ ആർ ബ്യൂട്ടിഫുൾ. പക്ഷെ ഫിക്ഷൻ മെന്നിനെ നിങ്ങൾക്ക് പുസ്തകങ്ങളിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. റിയൽ ലൈഫിൽ എത്ര പേർക്ക് ഇങ്ങനെയുള്ള ആളുകളെ കാണാൻ പറ്റുമെന്നുള്ളത് എനിക്കറിയില്ല. കാരണം ഞാൻ ആസ് എ വുമൺ എന്നുള്ള രീതിയിൽ ഒരു പെൺകുട്ടിയായിട്ട് നിന്നുകൊണ്ട് ഞാൻ ഒരു ബുക്ക് എഴുതുന്ന സമയത്ത് തന്നെ ഞാൻ എപ്പോഴും എഴുതുന്ന മെയിൽ ക്യാരക്ടേഴ്സ് ഇല്ലേ, ഞാൻ എൻ്റെ ലൈഫിൽ ഒരാൾ വരുവാണെങ്കിൽ അല്ലെങ്കിൽ ഞാൻ എങ്ങനെ സ്നേഹിക്കപ്പെടണം എന്നുള്ളതിൻ്റെ കുറേയൊക്കെ ലൈക്ക് റിഫ്ലക്ഷൻസ് അതിലുണ്ടാവും. ഇപ്പൊ രാഹുൽ എന്ന് പറയുന്നത് ലൈഫിൽ നമ്മളെല്ലാവരും ഓരോ പെൺകുട്ടിയും ഡിസേർവ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് മെയിലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാരണം നമ്മൾ പറയാതെ തന്നെ, നമ്മൾ ഒരുപാട് ലൗഡായിട്ട് നമ്മുടെ ആവശ്യങ്ങൾ പറയാതെ തന്നെ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ഒരാള്. രാഹുൽ പറയുന്നുണ്ട് അതിഥിയുടെ ഒരു നോട്ടം, അവളുടെ ഒരു ചിരി, അവളുടെ ഒരു ചെറിയ മൈന്യൂട്ട് എക്സ്പ്രഷൻ പോലും എനിക്ക് മനസ്സിലാവും. അവളുടെ ഉള്ളിൽ അവളെ വേദനിക്കുകയാണോ സങ്കടപ്പെടുകയാണോ എന്നുള്ള കാര്യം എനിക്ക് വായിച്ചെടുക്കാൻ പറയുമ്പോൾ അങ്ങനെ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ഒരു സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടാവുക എന്നുള്ളത് എല്ലാ പെൺകുട്ടികളും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം ഞാൻ ഈ ബുക്ക് എഴുതുന്ന സമയത്ത് ഇത് വായിക്കുന്ന പെൺകുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, ലൈക്ക് നിങ്ങളുടെ സ്റ്റാൻഡേർഡ്സ് കുറച്ചുകൂടി നിങ്ങൾ ഹൈ ആയിട്ട് വെക്കണം. ഓക്കെ, ഈ ഒരു രാഹുലിനുള്ള ഒരു ക്യാരക്ടറിനെ നിങ്ങൾ വായിക്കുന്ന സമയത്ത് ഇങ്ങനെയും സ്നേഹിക്കാൻ പറ്റും. ഇത് ലൈക്ക് നടക്കാൻ പറ്റാത്ത കാര്യമൊന്നുമല്ല, ഇതും ഇറ്റ് ക്യാൻ ഹാപ്പൻ. അപ്പൊ ഇങ്ങനെയുള്ള ആൺകുട്ടികളുടെ ലെവലിൽ വരുന്ന അത്ര ഞാൻ പറയണില്ല, പക്ഷെ അറ്റ്ലീസ്റ്റ് അതോടെ വെക്കുന്ന ആളുകളെങ്കിലും ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. അറ്റ് ദ സെയിം ടൈം രാഹുൽ പെർഫെക്റ്റ് ഒന്നുമല്ല, രാഹുൽ പെർഫെക്റ്റ് ആണെന്ന് ഞാൻ എവിടെയും പറയുന്നില്ല. ബട്ട് രാഹുലിന് ഭയങ്കരമായിട്ടുള്ള ഒരു കൈൻഡ്നെസ് ഉണ്ട്. രാഹുൽ ഇത്രയും ട്രോമാസിലൂടെ കടന്നു വന്നെങ്കിലും രാഹുൽ ഒരാളോട് മോശമായിട്ട് പെരുമാറുന്നില്ല. അവന്റെ ട്രോമാസ്, അവന്റെ ബാഡ് ആയിട്ടുള്ള പാസ്റ്റ് ഒന്നും തന്നെ മറ്റൊരാളോട് മോശമായിട്ട് പെരുമാറാനുള്ള ഒരു റീസൺ ആയിട്ട് അവൻ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് രാഹുലിനെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആക്കുന്നത്. ആൻഡ് ഇപ്പൊ എല്ലാവരും ചോദിക്കുന്നുണ്ട് രാഹുൽ അതിഥിയും ഒന്നാവോ, അല്ലെങ്കിൽ അതിഥി രാഹുലിനൊരു ലെറ്റർ അയക്കോ എന്നൊക്കെ. അപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. രാഹുലിന് അതിഥിനെ ഇഷ്ടമാണ് എന്നുള്ളത് ഫാക്റ്റ് ആണ്, പക്ഷെ അതിഥിക്ക് രാഹുലിന് ഇഷ്ടമാണല്ലോ. ജസ്റ്റ് ബിക്കോസ്, കാരണം കാവ്യ ഇസ് എ വെരി ഗുഡ് ഗേൾ അല്ലെ, കാവ്യ വളരെ നല്ലൊരു കുട്ടിയാണ്. പക്ഷെ എന്നിട്ടും രാഹുലിന് കാവ്യനോട് പ്രണയം തോന്നുന്നില്ല. ഇപ്പൊ കാവ്യക്ക് രാഹുലിനെ ഒരുപാട് ഇഷ്ടമാണ്, അല്ലെങ്കിൽ കാവ്യ ഒരു നല്ല കുട്ടിയാണ് എന്ന് വെച്ചിട്ട് ഒരിക്കലും രാഹുലിന് കാവ്യനോട് പ്രണയം തോന്നി ഇവരെ ഒന്നിക്കുന്നില്ലല്ലോ. അപ്പൊ ഇതേ സാധനം തന്നെ അതിഥിയിലും അപ്ലിക്കബിൾ ആണല്ലോ. കാരണം അതിഥി ഇപ്പൊ വേറൊരു ലോകത്താണ് ജീവിക്കുന്നത്. അതിനെ ഫൈൻഡ് ചെയ്ത് അവളുടെ ബെസ്റ്റ് വേർഷനിലാണ് അവളിപ്പോ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരാൾ എന്നെ സ്നേഹിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം മറ്റൊരാളെ നമ്മൾ തിരിച്ച് സ്നേഹിക്കണം എന്നൊന്നും വാശി പിടിക്കാൻ പറ്റില്ല. മേ ബി നമ്മളിതിൽ കാണാതെ പോയൊരു ലെയർ, അതിഥിക്ക് മേ ബി രാഹുലിനോട് ആ ഒരു ഇഷ്ടമില്ലെങ്കിലോ ആ ഒരു പ്രണയം അതിഥിക്ക് തോന്നിയില്ലെങ്കിലോ നമുക്ക് പറയാൻ പറ്റുമോ. അപ്പോൾ രാഹുല് ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള രാഹുലിന്റെ ഒന്ന് രണ്ട് ലൈക്ക് ഡയലോഗ്സ് ഉണ്ട്, ഞാൻ തന്നെ എഴുതിയതാണ്. ഓക്കെ അതില് ഒന്ന് പറയുന്നുണ്ട്, ഒരാളെ എന്തുകൊണ്ട് ഇഷ്ടമാണ് എന്നതിന്റെ വിശദീകരണം മറ്റൊരാൾക്കും നൽകേണ്ടതില്ല, അല്ലെങ്കിലും ഇഷ്ടപ്പെടാൻ ഒരു കാരണം വേണമെന്ന് ആരാ പറഞ്ഞത്? സ്നേഹം ഒരു തോന്നലാണ്, ചിലപ്പോഴൊക്കെ നമുക്ക് മാത്രം മനസ്സിലാവുന്ന ഒരു തോന്നൽ. ഇപ്പൊ എല്ലാ റിലേഷൻഷിപ്പിലും ആളുകൾ പറയും എന്തുകൊണ്ടാണ് നിനക്കെന്നെ ഇഷ്ടമായത്, എന്റെ എന്ത് ക്വാളിറ്റിയാണ് നിനക്ക് ഇഷ്ടമായത്. ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല. നമുക്കൊരാളോട് പ്രണയം തോന്നുക എന്ന് പറയുന്നത് സിമ്പതി തോന്നാനൊക്കെ കാരണങ്ങൾ വേണ്ടി വരും, അല്ലെങ്കിൽ ഒരു അട്രാക്ഷൻ തോന്നാനൊക്കെ കാരണം വേണ്ടി വരും. പക്ഷെ പ്രണയം തോന്നണമെങ്കിൽ ചിലപ്പോൾ അതിന് പ്രത്യേകിച്ച് ഒരു കാരണമൊന്നും ഉണ്ടാവില്ല. ജസ്റ്റ് നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോലും പറ്റിയെന്ന് വരില്ല. സമ്മോർ അതർ റീസൺ നമുക്ക് ആ പേഴ്സണെ ഇഷ്ടമാണ്. അതിനിപ്പോ എങ്ങനെയാണ് ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുക എന്നുള്ള കാര്യമുണ്ട്. ഇപ്പൊ പ്രണയത്തിനെ കുറിച്ച് ഒരുപാട് പേര് കുറെ എക്സ്പ്ലനേഷൻ എഴുതിയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ഒരിക്കലും പ്രണയത്തിനെ ഡിഫൈൻ ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത ഒരാളാണ്. കാരണം ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ഇറ്റ്സ് വെരി ക്രേസി. പ്രണയം എന്ന് പറയുന്നത് ക്രേസി ആയിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മുടെ കയ്യിൽ നിൽക്കുന്ന ഒരു കാര്യമല്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരിക്കലും ആസ് എൻ ഓതർ ഐ വിൽ നെവർ ട്രൈ ടു അത് ഡിഫൈൻ ചെയ്യാൻ ഞാൻ ശ്രമിക്കില്ല. അതുപോലെ തന്നെ രാഹുൽ പറയുന്ന വേറൊരു കാര്യമുണ്ട്, കൂടെ നിൽക്കുന്നതും ചേർത്ത് നിർത്തുന്നതും മാത്രമല്ല, സ്നേഹിക്കുന്ന ആളുടെ സന്തോഷത്തിന് വേണ്ടി അവരിൽ നിന്നും ഇറങ്ങിപ്പോകുന്നതും വിട്ടുകൊടുക്കുന്നതും കൂടിയാണ് പ്രണയം. അത്രേ ഉള്ളൂ. കാരണം നമ്മൾ ഒരാളെ സ്നേഹിക്കുന്ന സമയത്ത്, സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരാളെ സ്നേഹിക്കുന്ന സമയത്ത് അവിടെ ഒരുപാട് കണ്ടീഷനിങ് വരുവാണ്. നന്നായി ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ റൺ ഔട്ട് ആവുന്നത് എന്ത് കഷ്ടമാണ് എന്നൊരു ആഡ് കേട്ടിട്ടില്ലേ? അതായിരുന്നു ഇന്നത്തെ എൻ്റെ മൊത്തത്തിലുള്ള അവസ്ഥ. കാരണം ഞാൻ ഇപ്പൊ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ഒരു 5 മണിക്കൂർ ശേഷമാണ്. ഒരു വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ക്യാമറയിലെ ചാർജ് തീർന്നു പോയി. ഞാൻ ചാർജിന് ഇട്ടായിരുന്നു, ചാർജ് ആയില്ല, ചാർജ് തീർന്നു പോയി. പിന്നെ ചാർജ് ചെയ്യാനുള്ള ഒരു സമയം കിട്ടിയില്ല. അപ്പൊ എനിക്കൊരു പ്രോഗ്രാമിന് പോകണ്ടായിരുന്നു. ഞാൻ ആ പ്രോഗ്രാമിന് പോയി വന്നു കഴിഞ്ഞ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച സമയത്ത് ഇവിടെ ഇൻവെർട്ടർ ഫിറ്റ് ചെയ്യാൻ ആൾ വന്നു. അപ്പോഴത്തേക്ക് ഒരു 5 മണിക്കൂർ ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ ഇൻവെർട്ടർ ഒക്കെ ആൾ ഫിറ്റ് ചെയ്തു. ഞാൻ ക്യാമറ എടുക്കാൻ നോക്കിയ സമയത്ത്
വീണ്ടും ക്യാമറയിൽ സ്റ്റോറേജ് ഫുള്ളായി. അപ്പം ഞാൻ വീണ്ടും സ്റ്റോറേജൊക്കെ സെറ്റാക്കി അതൊക്കെ ചെയ്തിട്ടാണ് ഇപ്പോൾ വീണ്ടും വീഡിയോ എടുക്കുന്നത്. അപ്പോൾ പറഞ്ഞു വന്നാൽ ഫ്ലോ അങ്ങ് നഷ്ടമായി. അതുകൊണ്ട് ഞാൻ ഇനിയും ഒരുപാട് വലിപ്പിക്കുന്നില്ല. പിന്നെ ഞാൻ ഓൾറെഡി നേരത്തെ എടുത്ത വീഡിയോ നോക്കിയപ്പോൾ 20-25 മിനിറ്റ് എങ്ങാണ്ട് ലോങ് ഉണ്ട്. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് രാഹുലിൻ്റെ കണ്ടിന്യൂഷൻ ഉണ്ടാവില്ല, നിങ്ങൾ ക്ഷമിക്കുക. കാരണം ഞാൻ ഇത് ആദ്യമായിട്ട് പഠിച്ചു വരുന്നില്ല, ഞാൻ അത്ര പ്രൊഫഷണൽ അല്ല. ഓക്കെ, ഞാൻ പഠിച്ചു വരുന്നുള്ളൂ. അപ്പോൾ ലൈറ്റിങ്ങിന് വരെ ഒരുപാട് വ്യത്യാസം ഉണ്ടാവും. എനിക്കറിയാം നിങ്ങൾക്ക് അതൊരു വിഷയമല്ല, ഞാൻ എന്ത് പറയുന്നു അത് മാത്രമാണ് ഇമ്പോർട്ടൻ്റ് അല്ലേ. അപ്പൊ പറഞ്ഞ ഫ്ലോ അങ്ങ് പോയി. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് രാഹുലിന്റെ ഒരു കഥ എഴുതിയത്. അപ്പൊ ഈ കഥ എഴുതാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം നമ്മള് ക്രിയേറ്റീവായിട്ട് എഴുതുന്നതിനേക്കാളും ഓരോ സീനിനും പാരലായിട്ട് ഒരു സീൻ എഴുതണം. നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് ആ ഡയറി കളഞ്ഞു കിട്ടുന്ന ഒരു സീൻ ഉണ്ടല്ലോ. അപ്പം എൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ശരണായിരിക്കണം ആ ഡയറി കയ്യിലെടുക്കുന്നത്. പക്ഷെ രാഹുലും സാമും ആ ഡയറി കണ്ടിട്ടുണ്ടാവണം, അവരും ആ ഡയറി അവർ നോട്ടീസ് ചെയ്തിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള ഒരു സീൻ വെക്കുന്ന സമയത്ത് അത് ആരെ എങ്ങനെ എടുപ്പിക്കും എന്നുള്ള സീൻ ഉണ്ട്. കാരണം ഓൾറെഡി നമ്മൾ എഴുതി വെച്ചല്ലോ ഫസ്റ്റ് പാർട്ടിൽ. അപ്പം അതിലൊരു ചേഞ്ച് ഇനി വരുത്താൻ പറ്റില്ല. അതേപോലെ തന്നെ ശരണ ആദ്യമായിട്ട് അതിഥിക്ക് ഓർക്കിഡ് ഫ്ലവേഴ്സ് കൊടുക്കുന്ന സീനുണ്ട്. നമ്മൾ ആ വേർഷനല്ലേ നമ്മൾ വായിക്കുന്നത്. അപ്പം അതിൻ്റെ ഓപ്പോസിറ്റ് വേർഷൻ ഇവരുടെ അഖിലിന്റെ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് വരുന്ന രാഹുലും സാമും അത് ദൂരെ നിന്ന് നോക്കി കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു സീന്. പിന്നെ ഇവർ രാത്രി ഡേറ്റിന് പോകുന്ന സമയത്ത് അതിഥിയും ശരണം ഡേറ്റിന് പോയി. ഈ കഥ നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ പാരലായിട്ട് അവരുടെ ഫ്ലാറ്റിൽ വെച്ച് നടക്കുന്ന സീൻസ്, രാഹുൽ പറയുന്നത് ഈ ഹെൽമെറ്റോട് വെച്ച് പോയിക്കോ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകുന്ന ഒരു സീന്. അപ്പൊ ഇതെല്ലാം എഴുതി വെക്കുക. ഇവന്റ് അത് പാരലായിട്ട് വരാന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ എങ്ങനെയൊക്കെയോ അത് സെറ്റായി. ഇതുവരെ ആരും അതിലൊരു മിസ്റ്റേക്സ് കണ്ടുപിടിച്ച് ഇതുവരെ പറഞ്ഞിട്ടില്ലായിരുന്നു. ഇപ്പൊ നിങ്ങൾ കണ്ടുപിടിക്കാൻ പോകണ്ട. ഓക്കെ, അങ്ങനെ പോട്ടെ, കഥ മനസ്സിലായല്ലോ. അപ്പൊ അങ്ങനെയൊക്കെയാണ് രാഹുലിന്റെ കഥ എഴുതിയത്. സോ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഇനി ആരെങ്കിലും പ്രണയിക്കുകയാണെങ്കിൽ ഓഫ്കോഴ്സ് നിങ്ങൾക്കൊരു ഒരു സെറ്റാക്കി വെക്കാൻ പറ്റുന്ന, നിങ്ങളുടെ ആ ഒരു എക്സ്പെക്ടേഷൻ ലെവലിൽ വെക്കാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ ആയിരിക്കും രാഹുൽ. അപ്പോൾ രാഹുലിനെ പോലെ ഇതൊക്കെ രാഹുലിന് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എന്തോടെ ചെയ്തുകൂടാ എന്ന് നിങ്ങൾക്ക് ചോദിക്കാം നിങ്ങളുടെ ബോയ് ഫ്രണ്ടിൻ്റെ അടുത്ത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് രാഹുലിനെ കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾക്ക് രാഹുലിനെ കുറിച്ചുള്ള തോട്ട്സ് എന്താണ്? രാഹുലിന്റെ മൊത്തത്തിലുള്ള ക്യാരക്ടർ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഒരു കാര്യം എന്താണ്? ഈ ബുക്ക് വായിച്ച സമയത്ത് ശരണിനെക്കാളും രാഹുലിന് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ള രാഹുലിന്റെ കുറെ ഡയലോഗും കാര്യങ്ങളൊക്കെ ഉണ്ടാവല്ലോ. സോ പ്ലീസ് ലെറ്റ് മീ നോ ഇൻ ദി കമന്റ്സ് ആൻഡ് നെക്സ്റ്റ് വീഡിയോയിൽ വിൽ ടോക്ക് അബൌട്ട് ശരൺ. ബൈ.